ട്രിവാൻഡ്രം ക്ലബ്ബിന് മുന്നിൽ മണിയംപിള്ള രാജുവിന്റെ വാഹനം ബൈക്കിലിടിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഒരുപക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, മണിയംപിള്ള രാജു ഈ അപകടവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസിന് മുൻപിലും മാധ്യമങ്ങളോടും പറഞ്ഞ കാര്യങ്ങളിൽ പലതും സത്യം തന്നെ എന്നുള്ളതാണ്. കാരണം ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ ട്രിവാൻഡ്രം ക്ലബ്ബിന് മുന്നിൽ നിന്ന് ആ വോൾവോ കാർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ ഇട്ട് സാവധാനമാണ് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതുമുണ്ട്. രണ്ട് ബൈക്കുകൾ അപ്പോഴും ആ വാഹനത്തെ കടന്ന് മുന്നിലേക്ക് പോകുന്നുമുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ യുവാക്കൾ ഉണ്ടായിരുന്ന ഈ ബൈക്ക് നടന്റെ കാറിലേക്ക് വന്നിടിക്കുന്നത്. ബൈക്കിന് സാധാരണ കവിഞ്ഞുള്ള വേഗമുണ്ടെന്നുള്ളതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തൽക്ഷണം തന്നെ ബൈക്ക് ബാലൻസ് തെറ്റി ദൂരേക്ക് തെറിക്കുന്നുമുണ്ട്. യുവാക്കൾ, അതായത് ഈ ഒരു ബൈക്കിലുണ്ടായിരുന്ന നിദേവ് കൃഷ്ണ, സൂരജ് എന്നീ യുവാക്കളാണ് റോഡിലേക്ക് തെറിച്ചു വീഴുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ബൈക്ക് ഇടിച്ചിട്ട് മണിയംപിള്ള രാജു കാർ നിർത്താതെ വളച്ചു പോകുന്നതും വീഡിയോയിലുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗത്തിൽ നിന്നും നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ളവ അടർന്നു വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗങ്ങൾ വലിച്ചുകൊണ്ടാണ് പിന്നീട് അല്പദൂരം മുൻപിലേക്ക് മണിയൻപിള്ളയുടെ ഈ വോൾവോ കാർ നീങ്ങുന്നതും. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ സമാധാനമെന്നാണ് മണിയൻപിള്ള രാജു ഒടുവിൽ പ്രതികരിക്കുന്നത്. തന്റെ പിഴവ് കൊണ്ടല്ലെന്ന് തെളിഞ്ഞതിൽ സമാധാനമുണ്ട്. കുറ്റപ്പെടുത്തുന്നവർ തുടരട്ടെ. മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, പരിശോധനയിലും അത് തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അപകടമാണ്. അതിൽ പെട്ടുപോയത് നിദേവ് കൃഷ്ണ, സൂരജ് എന്നീ യുവാക്കളാണ്. ഇരുവർക്കും സാരമായ പരിക്കുമേറ്റിട്ടുണ്ട്. നിദേവിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടലിനും ഒടിവുണ്ട്. ഇരുവരും സ്വകാര്യ ആശുപത്രികൾ ചികിത്സയിലുമാണ്. നിദേവിന് വൈകാതെ ശസ്ത്രക്രിയ നടത്തും. സൂരജിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. സംഭവത്തിൽ പരാതിയുണ്ടെന്ന് യുവാക്കളുടെ ബന്ധുക്കളും അറിയിച്ചു. മറ്റൊരു പ്രധാന കാര്യം, ഈ CCTV കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റോഡ് സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ റോഡ് കൾച്ചറിന്റെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ഒരു വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട് ക്രോസ് റോഡിലേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് ഈ കാര്യം കാണുന്ന വാഹനങ്ങൾ അത് സ്ലോ ചെയ്യാനോ നിർത്തിക്കൊടുക്കാനോ ഉള്ള മര്യാദ നമ്മുടെ റോഡുകളിൽ ആരും കാണിക്കാറില്ല എന്നുള്ളതാണ്. ആദ്യം ഈ വോൾവോ കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് വരുന്ന ബൈക്കിൽ ഒരെണ്ണത്തിൽ അത് ആ കാറിനെ തൊട്ടില്ല എന്ന മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്, അത് പാസ് ചെയ്ത് പോകുന്നത്. ഒരു സെക്കൻഡ് ക്രോസ് ചെയ്ത് പോകുന്ന വാഹനത്തിന് വേണ്ടി നിർത്തിക്കൊടുക്കുന്നത് ശരിക്കും എന്താണ് തെറ്റ് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. അത്രയും അത്യാവശ്യമായി, അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡൊക്കെ ഏതെങ്കിലും ഒരു വാഹനം, ക്രോസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ വേഗം ഒന്ന് കുറച്ചാലോ അത് നിർത്തിക്കൊടുത്താലോ അത് എന്തെങ്കിലും കുറഞ്ഞു പോകുന്ന എന്ത് തരം തിരക്കാണ് നമുക്കെല്ലാം ഈ റോഡിലുള്ളത്. കാർ റോഡിന്റെ 3/4 ഭാഗത്തോളം വരുന്ന ഘട്ടത്തിലാണ് വേഗത്തിലെത്തിയ ബൈക്ക് കാറിന്റെ മുൻവശത്ത് ഇടിക്കുന്നതും കാറിലിടിച്ച് ബൈക്ക് മറിഞ്ഞ് യുവാക്കൾ എതിർഭാഗത്തേക്ക് റോഡിലേക്ക് തെറിച്ചു വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ സമയത്ത് അതുവഴി വാഹനങ്ങൾ വരാതിരുന്നതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായതും. അല്ലെങ്കിൽ കുറച്ചുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ ആ യുവാക്കൾക്ക് ജീവഹാനി ഉണ്ടാകാതെ രക്ഷപ്പെട്ടതും. മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, അദ്ദേഹം മണിയൻപിള്ള രാജു എന്ന വ്യക്തി, അദ്ദേഹം ഏതവസ്ഥയിലാണെങ്കിലും വാഹനം ഓടിക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനുണ്ടല്ലോ. അഥവാ ഈ മണിയൻപിള്ള രാജു എന്നുള്ള വ്യക്തിക്കുണ്ടല്ലോ. അദ്ദേഹവും അവിടെ ഇറങ്ങി സ്ഥിതിഗതികൾ പരിശോധിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വാഹനത്തിൽ തന്നെ ഇരുന്ന് അതിനുള്ള സംവിധാനങ്ങൾ, ആ യുവാക്കളെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ 100% ഉറപ്പുവരുത്തിയിട്ട് വേണമായിരുന്നു അവിടെ നിന്ന് പോകാൻ. ഇവിടെ പക്ഷേ ഓടിക്കൂടിയ നാട്ടുകാരാണ് യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം, മണിയൻപിള്ള രാജു പറയുന്ന കാര്യം, താൻ അറേഞ്ച് ചെയ്ത ആൾക്കാരാണ്, തൻ്റെ സുഹൃത്തുക്കൾ സുബ്രഹ്മണ്യ ഹാളിൽ ഉണ്ടായിരുന്നു, അവർ ആണ് ആംബുലൻസ് ഒക്കെ എത്തിച്ച് യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നുള്ള വാദമാണ് എന്തായാലും മണിയൻപിള്ള രാജു പറയുന്നത്. അതിലും ഒരു വ്യക്തത വരുന്ന മണിക്കൂറുകൾ ഉണ്ടായേക്കാം. എന്തായാലും നിർത്തി പുറത്തിറങ്ങിയാൽ, ഈ വാഹനത്തിൽ നിന്ന് താൻ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയാൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നായിരുന്നു ഭയമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒരു ജഡ്ജിയുടെ കോട്ടിടുന്ന ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ പല രീതിയിൽ പല ടൈറ്റിലൊക്കെ കൊടുത്ത് ഇത്തരം ദൃശ്യങ്ങളൊക്കെ പടർത്തുമ്പോൾ ഒരു പക്ഷേ പ്രതിസ്ഥാനത്ത് താനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥ ഉണ്ടായേക്കുമോ എന്നുള്ള കാര്യമാണ് നടനിവിടെ പറയുന്നത്. പക്ഷേ അതിലും ചെറിയൊരു സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഈ അപകടത്തിന്റെ വിവരം രാത്രി തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി മണിയൻപിള്ള രാജു പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് രീതിയിൽ അതിനെ ചിത്രീകരിക്കപ്പെട്ടാലും അത്തരം ദൃശ്യങ്ങളൊക്കെ എടുത്തു ആരെങ്കിലും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്നുള്ള ഭയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിവിടെ ഇമേജ് കോൺഷ്യസ് ആകേണ്ട യാതൊരു കാര്യമില്ല. അവിടെ ജീവൻ രക്ഷിക്കുക എന്നതിന് മാത്രമാകണം പ്രിയോറിറ്റി. തൻ്റെ ഇന്നസെൻസ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. അതിനുള്ള സംവിധാനങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിനും നല്ല ബോധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും 1 വർഷത്തിലേറെയായി ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയിൽ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. രോഗാവസ്ഥയും ശാരീരിക പ്രശ്നങ്ങളും കാരണമാണ് നിർത്താതെ പോയത്. ശരിക്കും പേടിച്ചു പോയി എന്നും മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. അക്കാര്യം കൂടി പറയുകയാണ്. അതേസമയം
കേസെടുത്ത മ്യൂസിയം പോലീസിനെ കൂടി സംശയനിഴലിലാക്കുന്ന പ്രതികരണമാണ് കാർ ഓടിച്ചിരുന്ന മണിയൻപിള്ള രാജു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊടുത്തത്. രാത്രി തന്നെ വിവരം മ്യൂസിയം പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ രാവിലെ വന്നാൽ മതിയെന്ന് പോലീസ് തന്നോട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് മാധ്യമങ്ങളോട് രാജു പ്രതികരിച്ചത്. രാത്രി 9:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായതും. രാത്രി തന്നെ വിവരം അറിയിച്ചിട്ടും മണിയൻപിള്ള രാജുവിന്റെ വൈദ്യപരിശോധന നടത്താനോ അപകടത്തിനിടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. 12 മണിക്കൂറിന് ശേഷമാണ് നടന്റെ വൈദ്യപരിശോധന ഇവിടെ പോലീസ് പൂർത്തിയാക്കിയത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ ജീവഹാനി വരാവുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയി, വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല എന്നിങ്ങനെ 3 ഗുരുതരമായ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ബൈക്ക് തന്റെ കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും ഇന്ന് രാവിലെ മ്യൂസിയം സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ മണിയൻപിള്ള രാജു പറയുന്നുണ്ടായിരുന്നു. അപകടമുണ്ടായപ്പോൾ ഭയന്നുപോയി. ഞാൻ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നതല്ല, വേഗത്തിൽ ബൈക്ക് എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഞാൻ മദ്യപിച്ചിരുന്നില്ല. ട്രിവാൻഡ്രം ക്ലബിന്റെ മുന്നിൽ നിന്ന് പതുക്കെയാണ് ക്രോസ് ചെയ്തത്. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. ബൈക്ക് ഇടിച്ച് 2 പേർ വീഴുന്നത് കണ്ടു. ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. പരിഭ്രാന്തനായി സുബ്രഹ്മണ്യ ഹാളിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് വിവരം പറഞ്ഞു. ആംബുലൻസ് അറേഞ്ച് ചെയ്യണം, എനിക്കിറങ്ങാൻ വയ്യെന്നും പറഞ്ഞു. പിന്നെ സ്റ്റേഷനിൽ വിളിച്ച് വയ്യാത്ത ആളാണ്, രാവിലെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാനാണ് കാർ ഓടിച്ചിരുന്നത്, ക്യാൻസർ രോഗിയാണ്, ഇപ്പോൾ ചിക്കൻ ഗുനിയയും ബാധിച്ചിട്ടുണ്ട്, വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് പോയത്, അത് എൻ്റെ തെറ്റായിരിക്കും എന്നും മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു ഈ ഒരു അപകടം. ബൈക്ക് യാത്രികരായ നിദേവ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന് ശേഷം മണിയൻപിള്ള രാജു കാർ നിർത്താതെ പോവുകയായിരുന്നു. സംഭവത്തിൽ പരാതിയുണ്ടെന്ന് യുവാക്കളുടെ ബന്ധുക്കളും അറിയിച്ചു. അതിനോടൊപ്പം നടനെതിരെ നിയമ നടപടി ഉറപ്പായും ഉണ്ടാകുമെന്ന് കമ്മീഷണറും ഉറപ്പ് പറയുന്നുണ്ട്. എന്തായാലും താനാണ് കാർ ഓടിച്ചിരുന്നത് എന്നുള്ള കാര്യം ആദ്യമേ സ്ഥിരീകരിച്ച മണിയൻപിള്ള രാജു ബൈക്ക് കാറിൽ വന്നിടിക്കുകയായിരുന്നു എന്നുള്ള വാദമാണ് ഇപ്പോഴും ഉയർത്തുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CCTVയിലും ഇക്കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. കാർ നിർത്താതെ പോയത് ഭയപ്പെട്ടത് കൊണ്ടാണ്, താൻ രോഗിയാണെന്നും ഒക്കെ മണിയൻപിള്ള രാജു പറയുന്നുണ്ട്. പോലീസിനെ വിളിച്ച് രാവിലെ വരാമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം പല മാധ്യമങ്ങളിലും ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എന്നാൽ രാത്രി മണിയൻപിള്ള രാജുവിനെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം. സത്യമെന്തായാലും അപകടത്തിന് ഇടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കാനോ അതിന് ഉടനടി അത്തരമൊരു നടപടികളിലേക്ക് പോലീസ് കടന്നില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻവശത്തെ ബമ്പർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ ഇളകിപ്പോയിട്ടുണ്ട്. KL 01 CJ 0004 നമ്പറിലുള്ള വെളുത്ത നിറത്തിലുള്ള വോൾവോ കാറാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത്.